ഫൈനലി കൊച്ചി സ്റ്റേഡിയത്തിന്റെ കാര്യത്തിൽ ഒരു ഫൈനൽ ഡിസിഷൻ വന്നിരിക്കുകയാണ്. ആദ്യം GCDA 2 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് റെന്റിൽ വാടകയ്ക്ക് സ്റ്റേഡിയം തരാം എന്ന് പറഞ്ഞിട്ടാണ് ബ്ലാസ്റ്റേഴ്സിനെ വിളിച്ചു വരുത്തിയത്. പക്ഷേ കാര്യത്തിനോട് എടുത്തപ്പം അവന്മാർ തിരിഞ്ഞു നിന്ന് തനിക്കുളം കാണിച്ചു 4,20,000 രൂപ വേണമെന്ന് പറഞ്ഞു. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പൈസ കൊടുക്കാനില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അത്യാവശ്യം തർക്കങ്ങളും ചർച്ചകളുമായിട്ടൊക്കെ അങ്ങ് നീണ്ടുപോയി. മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നില്ല, വേറെ എവിടെയെങ്കിലും സ്റ്റേഡിയം നോക്കും, സ്റ്റേറ്റ് വിട്ട് പോകും എന്നുള്ള അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയപ്പം രണ്ട് ടീമും തമ്മിൽ ഒരു അനുരഞ്ജന ചർച്ചയിലേക്ക് പോയി. അനുരഞ്ജന ചർച്ചയ്ക്ക് ശേഷം കാര്യങ്ങൾ വീണ്ടും തീരുമാനമായിരിക്കുകയാണ്. 2 ലക്ഷമല്ല, 4,20,000 അല്ല, രണ്ടിൻ്റെയും ഇടയ്ക്കുള്ള 3 ലക്ഷം എന്നുള്ളൊരു ഫിഗർ ഡെയിലി റെൻ്റായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും GCDയുടെ ഉദ്ദേശം തന്നെയാണ് നടന്നത്. അവന്മാർ 2 ലക്ഷത്തിന് കൊടുക്കാം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി 4,20,000 കൂട്ടി പറഞ്ഞിട്ട് പിന്നെ കുറച്ച് 3 ലക്ഷം ആകുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് വിചാരിക്കുമ്പോൾ ഞങ്ങളുടെ കൊയേഷൻ വിജയിച്ചു. പക്ഷേ ആക്ച്വലി 2 ലക്ഷത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി 3 ലക്ഷം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് GCDയുടെ ഒരു ബിസിനസ് വിജയം തന്നെ ആയിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ട് സംബന്ധിച്ചിട്ടുള്ള തർക്കങ്ങളെല്ലാം തീർന്നു. ഈ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുഴുവൻ ഹോം ഗ്രൗണ്ടും പതിവ് ഹോം ഗ്രൗണ്ടായിട്ടുള്ള കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് തന്നെ നടക്കും.